നമ്മൾ ഈ വായ തുറന്നുറങ്ങുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാരും വായ തുറന്നുറങ്ങും അല്ലേ? ഈ വായ തുറന്നുറങ്ങുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു കഥ പറയട്ടെ. 1981 ഹാവോൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളിയുടെ കൊളീഗ്സും കൂടിയിട്ട് ഒരു പഠനം നടത്തി. 2 ഗ്രൂപ്പ് ഓഫ് മങ്കീസ്. ഒരു ഗ്രൂപ്പിനെ അവർ നോർമലി മൂക്കിലൂടെ ശ്വസിക്കാൻ വിട്ടു, മറ്റേ ഗ്രൂപ്പിനെ ഫോഴ്സ്ഫുള്ളി വായിലൂടെ ശ്വസിപ്പിച്ചു തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് മങ്കീസിനെ അവർ എക്സാമിൻ ചെയ്തു. ആദ്യത്തെ ഗ്രൂപ്പിന്റെ ഫേസ് ഈ കാണുന്നത് പോലെയായിരുന്നു. ബട്ട് രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് വായിലൂടെ ശ്വസിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മങ്കീസിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു. എന്തൊക്കെ കണ്ടത്? ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അവരുടെ മുഖം കുറച്ചും കൂടി നീളമുള്ളതാണ്. മറ്റേ ഗ്രൂപ്പിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നീളം കൂടിയതും കുറച്ചും കൂടി നാരോവർ ഫേസ് ആണ്. അതേപോലെ അവർ റെസ്റ്റ് ചെയ്യുമ്പോൾ വായ എപ്പോഴും തുറന്നിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ വായ തുറന്നുറങ്ങിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ഗ്രോയിങ് ചൈൽഡ്. മുഖത്തിൻ്റെ ഷേപ്പ്, മുഖം നാരോവർ ആവും, ലോങ്ങർ ആവും. അതേപോലെ മുകളിലത്തെ താടിയിൽ വളരെ ചുരുങ്ങിയതായിരിക്കും, താഴത്തെ താടിയലിൻ്റെ വളർച്ചേനെയും ബാധിക്കും. അപ്പോൾ ഓവറോൾ ഫേസ് ഇതേപോലെ ഇരിക്കും. അതുമാത്രമല്ല, മുന്നിലത്തെ പല്ലുകൾ പൊന്തി വരും. ഈ താടിയലിന് വളർച്ചേനെ ബാധിക്കുന്നത് മൂലം ശ്വസിക്കുന്ന പാസേജ്, ആ നെയ്സൽ പാസേജ് ഭയങ്കര കൺസ്ട്രിക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായിട്ട് മൂക്കടപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലോട്ടും എത്തും. ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സ്ലീപ്പ് ക്വാളിറ്റീനെ ബാധിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ഫെറ്റീഗ് ആയിരിക്കും, അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ആവും. അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റ് ഈ മൗത്ത് ബ്രീത്തിങ് കാരണമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കുട്ടികളിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ മൗത്ത് ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി അതിന് ഒരു ENT ഡോക്ടറെയോ ഡെന്റിസ്റ്റിനെയോ കാണിക്കുക. അതിൻ്റെ കാരണം റൂൾ ഔട്ട് ചെയ്യുക, എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക.